ക്രിസ്തുവിൻ്റെ ഓർമ്മകളിൽ മുഴുകിക്കഴിയാനുള്ള നാളുകളാണ് നോമ്പുകാലം. ക്രിസ്തു ജീവിതത്തിൽ ഇങ്ങനെ വെറുതെ വന്ന് കടയേറി കടന്നു പോകുന്ന വ്യക്തിയായിട്ടും മാറാതെ, ആ ഓർമ്മകൾ ഇങ്ങനെ പച്ചകെടാതെ സുഖമുള്ള ഓർമ്മകളായി, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ കരുത്തുള്ള ഓർമ്മയായി, ജീവിതം സങ്കടത്തിലും നൊമ്പരത്തിലും ആഴപ്പെട്ടു പോകുമ്പം അതിജീവനത്തിൻ്റെ ഓർമ്മയായി, എന്നെക്കാളേറെ സഹിച്ചവൻ, എന്നെക്കാൾ അധികം താഴ്മയുടെ വഴികൾ ചൂണ്ടിക്കാണിച്ചവൻ, അങ്ങനെ ക്രിസ്തു ജീവിതത്തിൻ്റെ പഠനങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട നാളുകളാണ്. ആ ഒരു ഓർമ്മയുടെ സുഖമുള്ള അനുഭവങ്ങളിലൊക്കെ കടന്നു പോവുക. ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, വ്യക്തികൾ മരണം വഴി അകലങ്ങളിലാകുമ്പോഴും അവരുടെ ഓർമ്മകൾ ഇങ്ങനെ കെടാതെ കൊണ്ടു നടക്കുന്ന ചില അനുഭവങ്ങൾ. ജീവിത പങ്കാളിക്കൊപ്പം കഴിഞ്ഞിരുന്ന നാളുകളിൽ ആ മനുഷ്യൻ അവളുടെ പിറന്നാളുകൾക്കും അനാഥ മന്ദിരത്തിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. മരണശേഷവും 10-20 കൊല്ലത്തോളം ആരോഗ്യമുള്ള സമയമത്രയും അത് ഈ മനുഷ്യൻ തുടർന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി, ആ ഓർമ്മകളിങ്ങനെ പച്ചകടാതെ മനസ്സിൽ നിൽക്കുകയാണ്. ഈ ദിവ്യകാരുണ്യം തന്നെ ഓർമ്മിക്കാൻ വേണ്ടി സ്വർഗം ദൈവം ഈശോ നമുക്ക് നൽകിയതല്ലേ, കൂടെയായിരിക്കാൻ വേണ്ടി. ഈ അനുഗ്രഹീതമായ അഭിഷേകപൂർണമായ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ ഓർമ്മകളെ, നനുനനത്തിയ ഓർമ്മകളെ ജീവിതത്തിൽ മിടിക്കുന്ന അനുഭവങ്ങളായി, നിലയ്ക്കാത്ത അനുഭൂതികളായി കൊണ്ടു നടക്കാൻ നമുക്കാവട്ടെ. ആ ഓർമ്മകളിലേക്ക്, ക്രിസ്തു ഓർമ്മകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ കഴിയട്ടെ. ഈശോയെ, വളരെ പ്രത്യേകമായി അങ്ങയുടെ ഓർമ്മകളാൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ ഓർമ്മകളെ, എൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.